പൊരിച്ച മീൻ വരുന്നുണ്ട് കേട്ടോ. മത്തിൻ്റെ അടിപൊളി. അപ്പോൾ ഒരു മത്തി വാങ്ങിയിട്ടുണ്ട്. പിന്നെ സാമ്പാറുണ്ട്, മീൻകറി ഉണ്ട്, ചമ്മന്തി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ആദ്യം നമ്മൾ സാമ്പാറിൽ തന്നെ കൊണ്ട് തുടങ്ങാം. നല്ല സാമ്പാറല്ലേ കാണാൻ. കഴിച്ചോട്ടെ. ഞാനിവിടെ രണ്ടാമത്തെ പ്രാവശ്യമായിട്ടോ കഴിക്കുന്നത്. അന്ന് കഴിച്ച അതേ ടേസ്റ്റ് തന്നെ ഉണ്ട്. അതേപോലെ മീൻകറി നല്ല കട്ടിയിൽ തേങ്ങയൊക്കെ കഷ്ണമൊന്നും കുടുങ്ങിയില്ല. അടിപൊളി. സാമ്പാറിനേക്കാളും മുന്നിലൊക്കെ ഉണ്ട് തോന്നുന്നു മീൻകറി. കുറച്ച് ടേസ്റ്റിൽ രസമുണ്ട്. പിന്നെ ഞാൻ അന്ന് മുന്നൊരു വീഡിയോയിൽ ഒരു ഫോട്ടോ ഇട്ടിട്ട് മത്തി പൊരിച്ച അത് നല്ല ടേസ്റ്റ് ആയിട്ട് അന്ന് നല്ല ഫ്രഷ് മത്തി. അതേപോലെ ഓവർ ഡ്രൈ ഒന്നും ആക്കാതെ പൊരിച്ചതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇപ്പോഴും മത്തി സാമ്പാർ മീൻകറി എല്ലാം കൂടി കൂട്ടി കഴിഞ്ഞാൽ ഒരു സുഖം. എന്താ വമ്പയറാണ്. വമ്പയറിൻ്റെ ഒരു കൂട്ട് എല്ലാം കൂടി ആയിട്ട് നല്ലൊരു സ്പോട്ട്. അതേപോലെ മോരുണ്ടായിരുന്നു കേട്ടോ. നല്ല കട്ടിയുള്ള മോര്. സാധാരണ ലൂസായിട്ട് കഴിച്ചോട്ടെ. നല്ല പൊടിയില്ല നല്ല മോര് കേട്ടോ. ആ മോരിൻ്റെ കൂടി ആ ചമ്മന്തിയും കൂടി കൂട്ടി പിടിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയൊരു ഊണ്ട സ്പോട്ടൊന്നും അല്ല കേട്ടോ. ഒരു നമ്മൾ സാധാരണ ഡെയിലി ഇപ്പം ഹോട്ടലിലൊക്കെ ഫുഡ് കഴിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അങ്ങനെ കഴിക്കാൻ പറ്റുന്ന ഒരു 50 രൂപ 60 രൂപയ്ക്ക് ഊണ്, നല്ലൊരു ഊണ് കഴിക്കാൻ പറ്റുന്ന സ്പോട്ട് പരിചയപ്പെടുത്തുന്ന ലിസ്റ്റ് പെട്ടതാട്ടോ. അടിപൊളി. ഞാൻ രണ്ട് കടയൊക്കെ കഴിക്കും. സ്പോട്ട് പറയാൻ വിട്ടു. നമ്മളെ കോഴിക്കോട് അരവിന്ദ് ഘോഷ് റോഡില്ല, അതായത് നമ്മളെ റഹ്മത്തിൻ്റെ റോഡ്. അപ്പോൾ റഹ്മത്ത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്ന ഒരു അമ്പലത്തിൻ്റെ ഒരു ബോർഡ് കാണാം. ആ ഇടയ്ക്ക് അങ്ങോട്ട് കയറിയാൽ നമ്മളെ കൊട്ടാൻ്റെ ഭാഗത്ത് തന്നെ, കൊട്ടാൻ്റെ ടയർ വീടിയൊക്കെ ഉണ്ട്, അതിൻ്റെ അടുത്ത് ആ റോഡിനോട്ട് കയറിയാൽ ചെറിയ കുറച്ചുള്ളിലേ നടന്നാൽ കാണാം ഒരു വനിതാ മെസ്സാണ് കേട്ടോ. അപ്പോൾ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് വിട്ടേ കിട്ടോ. അതേമാതിരത്തെ ലഞ്ച് ഹൗസ് സ്പോട്ടുകളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണല്ലോ. അപ്പം ഞാനെന്തായാലും കുറച്ചും കൂടി സാമ്പാർ വാങ്ങി ചോറങ്ങോട്ട് ഫിനിഷ് ചെയ്യട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ട് വെറുതെ പറയല്ല സാമ്പാർ. ഒരു നമ്മളെ ഒരു സിമ്പിളായിട്ടുള്ള ഊണ്. അതേപോലെ എല്ലാ ഐറ്റംസും നമുക്ക് കൂട്ടി കഴിക്കാനൊക്കെ. അപ്പോൾ ഇവിടുന്ന് കഴിച്ച ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട്, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് വിടണം കേട്ടോ. എനിക്ക് ആ മോര് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനൊരു 1 മണി ആ സമയത്താണ് കഴിക്കുന്നത്. നല്ല നല്ല ടേസ്റ്റ് ഉള്ളത്. അതേമാതിരി എല്ലാ ഐറ്റംസും. അപ്പോഴേ നമ്മളെ പേജൊക്കെ ഒന്ന് എല്ലാവരും ഫോളോ ചെയ്ത് വെച്ചിട്ട് ഇതേപോലത്തെ കുറച്ച് വീഡിയോസൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വരാം. പിന്നെ ഒന്ന് ഷെയറും ലൈക്കും ഒക്കെ അടിച്ച്. അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.